സഹകരണ ബാങ്കുകളിലേക്കുള്ള നിക്ഷേപ സമാഹരണത്തിലൂടെ ഏകദേശം 2.5 ലക്ഷം കോടിയിലധികം രൂപയാണ് സമാഹരിച്ചതെന്നും ജനങ്ങൾക്ക് സഹകരണ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് ഇത്രയും വലിയ തുക സമാഹരിക്കാനായതെന്നും ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിച്ച കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. സഹകരണ പ്രസ്ഥാനത്തിൽ വിശ്വാസമർപ്പിച്ച് കക്ഷിരാഷ്ട്രീയ ജാതിമത ചിന്താഗതിക്ക് അതീതമായാണ് ജനങ്ങൾ മുന്നോട്ട് വരുന്നത്. ആ വിശ്വാസം മെച്ചപ്പെടുത്തുക എന്നതാണ് നമ്മുടെ കടമ. അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നു എന്നതാണ് കടവല്ലൂർ ബാങ്കിന്റെ പ്രത്യേകതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2.5 ലക്ഷം കോടി രൂപ ആണ് മൊബിലൈസ് ചെയ്യുന്നത്. അത്രയേറെ ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാകുന്നതുകൊണ്ടാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ സഹകരണ പ്രസ്ഥാനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ നമ്മുടെ നാട്ടിലെ കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്താഗതിക്കെല്ലാം അതീതമായിക്കൊണ്ട് എല്ലാ ആളുകളും മുന്നോട്ട് വരുന്നു. കൂടുതൽ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം 2 ബ്രാഞ്ച് 3 ബ്രാഞ്ചിനൊപ്പം ആയിട്ടുണ്ട്. അതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ നല്ല കാര്യങ്ങൾ, അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം വളർച്ചയിലേക്ക് വരുന്നത് എന്ന ഏറ്റവും സന്തോഷകരമായിട്ട് കാര്യമുണ്ട്. ബുധനാഴ്ച രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിന് കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ബാങ്ക് ലോക്കറിന്റെയും കേരള ബാങ്ക് ഭരണസമിതി അംഗം M ബാലാജി ബാങ്ക് കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി C ബീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, ജില്ലാ പഞ്ചായത്ത് അംഗം NV പ്രശാന്തൻ മാസ്റ്റർ, കടവല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം, ബാങ്ക് വൈസ് പ്രസിഡന്റ് PM മുഹമ്മദ് ഹാഷിം, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു ടീച്ചർ, പ്രഭാത് മുല്ലപ്പള്ളി, ഹസീന അഷ്റഫ്, ബ്ലോക്ക് മെമ്പർ K പ്രജിത്ത്, മുൻ ബാങ്ക് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട സിവിൽ എഞ്ചിനീയർ മുഹമ്മദ് ലത്തീഫ്, കരാറുകാരൻ സുബൈർ, ഇന്റീരിയർ എഞ്ചിനീയർ അനിൽ, ലിവാന ഇന്റീരിയർ പാർട്ണർമാരായ സൂരജ് കുമാർ, മിൽട്ടൺ കുരുവിള, നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച V അനീഷ്, വിരമിച്ച ബാങ്ക് ജീവനക്കാരായ SPK മുരളി, സൂര്യകുമാരി, അനിത, ശ്യാമള, കമലാക്ഷി, ഗീത എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ സ്വാഗതവും സെക്രട്ടറി നന്ദിയും പറഞ്ഞു. 4 കോടി രൂപ ചെലവഴിച്ച് 12,000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായാണ് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്.